ഇവിടെ സദസ്സിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ശ്രീ കെ എം ചന്ദ്രശേഖർ, എല്ലാവർക്കും എനിക്കറിയാം ഉച്ചയൂണിൻ്റെ സമയമാണ്, വിശക്കുന്നുണ്ടാവും. അത് കാരണം നമുക്കും അധികം താമസിപ്പിക്കേണ്ട, വളരെ ഉടനെ തന്നെ തുടങ്ങാം. ഇന്ത്യൻ ഭരണ ചട്ടക്കൂടിൻ്റെ തലപ്പത്താണ് ഈ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറി ആയി ആ സ്ഥാനം അലങ്കരിച്ച ഒരു വ്യക്തിയെ ഈ വേദിയിൽ ലഭിച്ചത് തന്നെ വലിയൊരു അഭിമാനമാണ്. അതും താങ്കളുടെ ഓർമ്മക്കുറിപ്പുകളെ പറ്റി സംസാരിക്കാൻ. പക്ഷേ ഞാനൊരു ലൈറ്റായിട്ട് പറയട്ടെ, ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് സർ ഹംഫ്രി ആപ്പിൾബിയുടെ രൂപമാണ്. എസ് പ്രൈം മിനിസ്റ്റർ അത് വായിച്ചിട്ടുള്ള, എസ് മിനിസ്റ്ററും അത് കഴിഞ്ഞ് എസ് പ്രൈം മിനിസ്റ്ററും വായിച്ചിട്ടുള്ളവർക്കും ആ സീരിയൽ കണ്ടിട്ടുള്ളവർക്കും ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആദ്യം മുഖം നമ്മുടെ മനസ്സിൽ വരുന്ന രൂപം ഒരു ബംബ്ലിങ്, അതേസമയം ഒരു 15 മിനിറ്റോളം ഒന്നും പറയാതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ. ഇത് എത്രമാത്രം സത്യമാണ്? അതോ കടലും കടലാടിയും പോലെയുള്ള അകൽച്ചയുണ്ടോ ഇത് തമ്മിൽ? നല്ലൊരു ചോദ്യമാണത്. അത് ക്യാബിനറ്റ് സെക്രട്ടറിക്ക് പല രൂപങ്ങളുണ്ട്. അതിൽ ഒരു രൂപം ഹംഫ്രി ആപ്പിൾബി കാണിച്ചതാണ്. വേറെ രൂപമോ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ വളരെ കൺസ്ട്രക്റ്റീവായിട്ടൊരു കാര്യം നടത്തണമെങ്കിൽ അതിന് വേണ്ട ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ച് അതിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക, കൺസെൻസസ് ഉണ്ടാക്കുക, അതൊരു രൂപമുണ്ട്. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ക്രൈസിസ് ഉണ്ടെങ്കിൽ അതിൽ ചാടി കയറുക, എന്നിട്ട് അതിനെ വല്ലതും ചെയ്യാൻ പറ്റുമോ, ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. മന്ത്രിമാർ ഒരുപാടുണ്ട്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുണ്ട്, പ്രൈം മിനിസ്റ്ററുണ്ട്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ അവരും തമ്മിലും ചില വ്യത്യാസങ്ങളൊക്കെ കാണാം. അതിലും ക്യാബിനറ്റ് സെക്രട്ടറിക്ക് ഒരു റോളുണ്ട്. ഇത് അവരെ ഒന്ന് ഒരുമിച്ച് ഒന്നാക്കിയിട്ട് നമുക്ക് ക്യാബിനറ്റിൽ പ്രസൻറ്റ് ചെയ്യാം. സോ ആപ്പിൾബിയുടെ കാര്യത്തിൽ പറഞ്ഞത് യെസ് മിനിസ്റ്റർ, അതൊരു കോമിക് സീരിയലാണ്, 80s സീരിയലാണത്, പണ്ടത്തെ. അതിൽ അന്ന് പല സീരിയൽസും ഉണ്ടായിരുന്നു ഇതേമാതിരി. ഇഫ് യു റിമെമ്പർ, 40 Towers ഉണ്ടായിരുന്നു, ഗുഡ്നസ് ഗ്രേഷ്യസ് മീ ഉണ്ടായിരുന്നു, ഒരുപാട് അങ്ങനത്തെ കോമിക് ഇതുണ്ടായിരുന്നു. അതൊരു വൺ സൈഡ്. ചിലപ്പോൾ നമുക്ക് അങ്ങനെയും കാണിക്കേണ്ടി വരും കാര്യം നടത്താൻ, അതും വേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം തീരെ നടക്കാത്ത കാര്യമാണെങ്കിൽ അതെങ്ങനെയെങ്കിലും നമ്മളൊന്ന് ശരിയാക്കണ്ടേ. അപ്പോൾ ആവും. പക്ഷേ ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ എനിക്കൊന്ന് ഐ മസ്റ്റ് താങ്ക് അശ്വതി ആൻഡ് ഹർ ഹസ്ബൻഡ് സി അനു. they have done a fantastic job in translation. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദ ലേബർ. അതേമാതിരി മനോരമ പബ്ലിക്കേഷൻസ് അവർ ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു, ഇതിൻ്റെ ട്രാൻസ്ലേഷൻ. തോമസ് ഡൊമിനിക്കും രാമാനുജനും ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. സോ പ്രത്യേകിച്ച് നന്ദി പറയാനുണ്ട്. നമുക്ക് ഒന്നുകൂടി നമ്മൾ ക്യാബിനറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കൊന്ന് തിരിച്ചു പോകാം. ഈ നമ്മളിവിടെ ക്യാബിനറ്റ് സെക്രട്ടറി ആ സിസ്റ്റം തന്നെ, സ്റ്റീൽ ഫ്രെയിം തന്നെ ഒരു ബ്രിട്ടീഷ് ലെഗസിയാണ്. ക്യാബിനറ്റ് സെക്രട്ടറി ആ ഒരു സ്ട്രക്ചറും അതാണ്. പക്ഷേ ഒരു വ്യത്യാസം ഞാൻ വളരെ കാണുന്നുണ്ട്. കാരണം ബ്രിട്ടീഷ് ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതൊരു മിക്കവാറും ഉള്ളവർക്കൊക്കെ 7 കൊല്ലം 8 കൊല്ലം, ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു 16 കൊല്ലത്തോളം ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് 2 കൊല്ലം ഒക്കെയാണ് മിക്കവാറും ക്യാബിനറ്റ് സെക്രട്ടറിമാർക്ക് കിട്ടുന്നത്. അത് തമ്മിൽ വളരെ ഇത് ഒരു ഭരണത്തിൻ്റെ, അതായത് തുടർച്ച, പോളിസികൾ തുടർന്ന് പോകാൻ ഒരു ലോങ് സ്റ്റിൻ്റ് ആവശ്യമല്ല ക്യാബിനറ്റ് സെക്രട്ടറിമാർക്ക്. ഇപ്പോഴെല്ലാം കുറച്ചൊക്കെ ലോങ് സ്റ്റിൻറ്റ് കിട്ടുന്നുണ്ട്. എനിക്കൊരു 4 വർഷം വരെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ഇതിനു മുമ്പ് റിട്ടയർ ചെയ്ത ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗോബ 5 കൊല്ലമായിരുന്നു. സോ സ്റ്റിൻറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിലൊരു അൺഫെയർനെസ്സും കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 4 കൊല്ലോ 5 കൊല്ലോ കിട്ടുകയാണെങ്കിൽ 5-6 ബാച്ച് അവർക്ക് ഈ പൊസിഷന് ദേ കനോട്ട് എക്സ്പെക്റ്റ് ദാറ്റ് പൊസിഷൻ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിലും എല്ലാ ബാച്ചസിലും നല്ല ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. പക്ഷേ വേറെ നിങ്ങൾ പറഞ്ഞത് ഈ
യു കെയിൽ ഇപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ജോലി തന്നെ മാറ്റി. പണ്ട് ക്യാബിനറ്റ് സെക്രട്ടറി പ്രൈം മിനിസ്റ്റർ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, അതേപോലെ ഹെഡ് ഓഫ് ക്യാബിനറ്റ് ഓഫീസ് ആൻഡ് ഹെഡ് ഓഫ് സിവിൽ സർവീസ്, മൂന്നും കൂടി ഒരുമിച്ചായിരുന്നു ക്യാബിനറ്റ് സെക്രട്ടറി. ഞാനുള്ള കാലത്ത് ഗസ് ഒഡോണൽ ആയിരുന്നു, അങ്ങനെ വന്നിട്ടുണ്ട്, എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, 2011 അവർ മാറ്റി. അത് ഇപ്പോൾ 3 പോസ്റ്റും സെപ്പറേറ്റ് ചെയ്തു. പിന്നെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം തന്നെ മാറ്റി. ഇപ്പോൾ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ്, ഔട്ട്കം ഓറിയൻറ്റഡ് സിസ്റ്റമായി ആക്കി. പണ്ട് നമ്മുടെ മാതിരി പ്രോസസ് ഓറിയൻറ്റഡ് ആയിരുന്നു അവർ മാറ്റി, പക്ഷെ നമ്മൾ മാറിയിട്ടില്ല. താങ്കളുടെ കാലത്ത് ഏറ്റവും വലിയ ആ ഒരു കാലഘട്ടത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കിയ, അതായത് നമ്മുടെ ഗവർണൻസ് സിസ്റ്റത്തെയും റിയാക്റ്റീവ് സിസ്റ്റത്തെയും പിടിച്ചു കുലുക്കിയ സംഭവമായിരുന്നു 26/11 മുംബൈയിലെ ഭീകരാക്രമണം. ആ സമയത്ത് താങ്കളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ക്യാബിനറ്റ് സെക്രട്ടറി അതിൻ്റെ ഫുൾ പിക്ചർ അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല, അങ്ങനെയായിരുന്നു ആ സിസ്റ്റം. അതിനെ താങ്കൾ ബ്ലെയിം ചെയ്യുന്നുണ്ട്. അത് ഇവിടെ ഒന്ന് വിശദമാക്കാമോ? അത് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം ഒരുപാട് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കാലത്ത് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു ഫുള്ളി ഇൻ ചാർജ് ഓഫ് സെക്യൂരിറ്റി. അത് കഴിഞ്ഞിട്ടത് മാറ്റി. പിന്നെ അത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ വന്നു. അപ്പോൾ കുറച്ച് സെപ്പറേറ്റ് ചെയ്തു, മുഴുവൻ സെപ്പറേറ്റ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ആദ്യം ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് പോസ്റ്റ് എടുത്തപ്പോൾ, ഞാൻ ബുക്കിലൊക്കെ ഉണ്ടത്, എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു R&AW, നമ്മുടെ സ്പൈ ഏജൻസിയുടെ ചീഫ്. അങ്ങനെ ഒന്ന് പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവായിട്ട് നിങ്ങൾക്ക് ഞാൻ ഫയൽ തരാം, പക്ഷേ സെക്യൂരിറ്റിയെ പറ്റിയിട്ടൊന്നും പറയില്ല, അത് ഞാൻ NSAയുടെ അടുത്തേ പറയുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം അതുമാത്രമല്ല, ഇൻ്റലിജൻസ് പല സ്ഥലത്തും ഉണ്ടായിരുന്നു. മിലിറ്ററി ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു, എയർഫോഴ്സ് ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു, ഇൻ്റലിജൻസ് ബ്യൂറോ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടിയിട്ട് കോർഡിനേറ്റ് ചെയ്താലേ നമുക്കൊരു പിക്ചർ കിട്ടുള്ളൂ. ഈ 26/11 ഇഷ്യൂ തന്നെ നോക്കിയാൽ, ഈ ജോർജ് ഹെഡ്ലി, ഒരു അമേരിക്കൻ പാകിസ്ഥാനി, ഡേവിഡ് ഹെഡ്ലി പാകിസ്ഥാനി അമേരിക്കൻ, അയാൾ അനേക പ്രാവശ്യം ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻറ്റയർ ഇമിഗ്രേഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എനിക്കറിയില്ല, വായിച്ചത് പല ഈ സ്നിപ്പെറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ബോംബെയിൽ ഇത് തുടങ്ങിയപ്പോൾ ഞാൻ അറിയുന്നത് ഈ ഒരു ഉച്ചയ്ക്കായിരുന്നു, ഉച്ച കഴിഞ്ഞൊരു 3-4 മണിക്ക്. അപ്പം ഞാൻ ചീഫ് സെക്രട്ടറി വിളിച്ചു, മഹാരാഷ്ട്ര, അത് മലയാളിയായിരുന്നു, ജോണി ജോസഫിനെ വിളിച്ചു. അങ്ങനെ പറഞ്ഞു, ഇവിടെ ഡൽഹിയിലും മറ്റടുത്ത സ്ഥലത്തൊക്കെ വന്ന മാതിരി എക്സ്പ്ലോഷൻസ് ഉണ്ട്, മിലിറ്റൻസി ഉണ്ടെന്ന് പറഞ്ഞു. അതായിരുന്നു അവിടെയും നോഷൻ, അവർക്കും കിട്ടിയിട്ടില്ല ഇൻഫർമേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു, സെയിങ് എനിക്ക് മെറീൻ കമാൻഡോസിനെ വേണം, മെറീൻ കമാൻഡോസ്. അപ്പോൾ ഞാൻ നേവി ചീഫ് ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല ബോംബെയിൽ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് വിളിച്ചു, അദ്ദേഹം മെറീൻ കമാൻഡോസിനെ ഇമ്മീഡിയറ്റ്ലി അയച്ചു. പിന്നെയും അത് അടക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു NSTയോട് ബി റെഡി എന്ന്. അവർ റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ സ്ഥലം 1.5 മണിക്കൂർ മനേസറിലാണ്, ഡൽഹിയിൽ നിന്ന്. അപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റിയില്ല, അങ്ങനെ വരാൻ ടൈം എടുത്തു. പക്ഷേ അവർ പോയി, പിന്നെ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് കൺട്രോളായി പോയി. ഈ 26/11 സംഭവത്തിന് ശേഷം ഉടനെ തന്നെയുള്ളൊരു രാജ്യമാകെ ഒരു രോഷത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ആയിരുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ സേനാ വിഭാഗങ്ങൾ, താങ്കളുടെ പുസ്തകത്തിൽ പറയുന്നത് എയർഫോഴ്സ് ചീഫ്, എയർ ചീഫ് മാർഷൽ ഫാലി മേജർ, അദ്ദേഹം നമ്മുടെ ഫൈറ്റർ സ്ക്വാഡ്രൻസിനെ ലോഞ്ച് ചെയ്യാൻ തയ്യാറായിരുന്നു എന്നാണ്. അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാമോ? അത്രമാത്രമേ താങ്കൾ പുസ്തകത്തിൽ പറയുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ക്യാബിനറ്റിനെ അറിയിക്കുകയായിരുന്നോ, അതോ താങ്കളെ അറിയിക്കുകയായിരുന്നോ? എന്തായിരുന്നു സംഭവിച്ചത്? അല്ല, എന്നെ അറിയിച്ചു. ഞാനൊരു കമ്മിറ്റി ഓഫ് സെക്രട്ടറീസ് മീറ്റിംഗ് നടത്തിയപ്പോൾ അവിടെ വെച്ചിട്ട് വി ആർ ഫുള്ളി റെഡി, യു ജസ്റ്റ് ഹാവ് ടു ഗിവ് ദ വേർഡ്. അപ്പോൾ എൻ്റെ പേ ഗ്രേഡിലല്ല അത്.
ഇങ്ങനെ ഒരു തീരുമാനം ഒരു രാജ്യത്തിനെ ഒരു വാറിലേക്ക് ഇറക്കുക എന്നുള്ളത് ക്യാബിനറ്റ് സെക്രട്ടറി അല്ല തീരുമാനിക്കേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ മന്ത്രിമാർ, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, അവരിരുന്ന് ആലോചിച്ചിട്ട് വാർ കൊണ്ട് ഒന്നും നേടിയെടുക്കാനില്ല, കുറച്ച് പബ്ലിസിറ്റി മറ്റതും അല്ലാതെ വാട്ട് ഡു യു ഗെറ്റ് ഔട്ട് ഓഫ് വാർ? മറ്റുള്ളവരും മരിക്കും, നമ്മുടെ ആൾക്കാരും മരിക്കും. ഇപ്പോൾ യു ക്യാൻ സീ ഗാസയിൽ നടക്കുന്നുണ്ട്, ലെബനനിൽ നടക്കുന്നുണ്ട്, യുക്രൈനിലും പാർട്സ് ഓഫ് റഷ്യ അവിടെയെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഗെയിൻ ഇത് നമുക്ക് നമ്മുടെ ഇക്കോണമി അന്ന് 2008 ഇത് നടന്നത്. അന്ന് ഈ സബ്പ്രൈം ക്രൈസിസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഈ ഇക്കോണമി പിടിച്ചു നിർത്തുക, അതല്ലേ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതെ, പക്ഷേ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അന്ന്. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അത് ഏത് ലെവൽ വരെ സർജിക്കൽ സ്ട്രൈക്ക്? അത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഹീ വാസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ബിഗ് ഷോ. ഒരു ഷോയിന് വേണ്ടി ഇത് ചെയ്യണം മറ്റോ ചെയ്യണമെന്നില്ല. പ്രൈം മിനിസ്റ്റർ വാസ് എ വെരി മച്ചുവർ പേഴ്സൺ. അപ്പോൾ വെറുതെ അവിടെ പോയിട്ട് തോണ്ടിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ട് തോന്നുന്നില്ലേ? സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്ന ഇമ്മച്വർ ഡിസിഷനാണെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. ഇമ്മച്വർ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഡിസിഷൻ. ദാറ്റ്സ് ദ പോയിന്റ്. അതുകൊണ്ട് ഗെയിൻ ഒന്നുമില്ല. അതായത് റെസ്ട്രെയിൻറ്റ് മതി എന്ന് പറഞ്ഞത് ഒരാൾ ശിവശങ്കർ മേനോനായിരുന്നു, അന്നത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ ടൈറ്റിൽ അറിയില്ല, പക്ഷേ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, കോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങേര് പറഞ്ഞു, എനിക്ക് അപ്പോൾ ആക്ച്വലി ഹി കെയിം ടു മീ, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒറ്റ മിസൈൽ അയച്ചാൽ മതി മുറിദ്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ഒക്കെ ശരിയാവും എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പിന്നെ നമ്മൾ പെട്ടെന്ന് ഒരു ആവേശത്തിൽ പലതും ചെയ്യും. ആ ആവേശം കാണിക്കാതിരുന്നാൽ നമ്മുടെ ഐ തിങ്ക് ഇറ്റ് ഇസ് ബെറ്റർ ഫോർ ദ കൺട്രി. നമ്മൾ ഈ പർട്ടിക്കുലർലി വാറിൻ്റെ സ്റ്റേജിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഗാസ മാതിരി എവിടെയെങ്കിലും പോയാൽ ഹൗ ടെറിബിൾ ഇറ്റ് വിൽ ബി. ആ കാലത്തെ ഏറ്റവും വലിയ ഒരു സക്സസ് ആയിട്ട് താങ്കളുടെ കാലഘട്ടത്തിലെ ആ ഒരു സക്സസ് ആയിട്ട് കഴിയുന്ന ഇപ്പോൾ താങ്കൾ തന്നെ റെഫർ ചെയ്ത സബ്പ്രൈം ക്രൈസിസ് ആയിരുന്നു. അത് എങ്ങനെയാണ് നമ്മൾ ടൈഡ് ഓവർ ചെയ്തതെന്നൊന്ന് വിശദീകരിക്കാമോ? അത് നമ്മൾ ടൈഡ് ഓവർ ചെയ്യാൻ, വാട്ട് വാസ് യുവർ റോൾ ഇൻ ഇറ്റ്? യെസ്, ആക്ച്വലി അത് ടൈഡ് ഓവർ ചെയ്യാൻ ദി ഓൺലി വേ, നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഹാഡ് ഡിക്ലൈൻഡ് എ ലോട്ട്. ഒരുപാട് സെക്ടേഴ്സ് അതിൽ അൺഎംപ്ലോയ്മെൻറ്റ് വന്നു, ഒരു ക്രൈസിസ് വന്ന മാതിരി തോന്നി. പക്ഷേ ഞങ്ങൾ ഇതിനു വേണ്ടി സ്റ്റിമുലസ് പാക്കേജസ് ഉണ്ടാക്കി. ബേസിക് ഐഡിയ നമുക്ക് ഡിമാൻഡ് വർദ്ധിപ്പിക്കുക, അങ്ങനെ നടക്കുള്ളൂ. അപ്പോൾ വി ഗേവ് എ ലോട്ട് ഓഫ് സപ്പോർട്ട് ടു ദി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ആ സമയത്ത് നമ്മൾ ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ പ്ലാനിൽ ബസ്സസ് ഉണ്ടായിരുന്നില്ല. അത് ബസ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഞങ്ങൾ നടത്തിയ ഒരു കമ്മിറ്റി ഓഫ് സെക്രട്ടറീസ് മീറ്റിങ്ങിലാണ് തീരുമാനമെടുത്തത്. രാമേന്ദ്രനായിരുന്നു അപ്പോഴത്തെ എം രാമചന്ദ്രൻ, ഹി വാസ് എ സെക്രട്ടറി. അപ്പോൾ അതൊരു സക്സസ്സായി. അതിൻ്റെ കൂടെ ആർമി ഡിഫൻസിൽ ഞാൻ ഡിഫൻസ് സെക്രട്ടറി അന്നത്തെ വിജയ് സിംഗിനെ വിളിച്ച് പറഞ്ഞു, 2-3 കൊല്ലത്തെ ഡിമാൻഡ് വെച്ചിട്ട് മുഴുവൻ എടുക്കാൻ. സോ ദാറ്റ് വേ പിന്നെ നമ്മൾ എക്സൈസ് ഡ്യൂട്ടി കുറച്ചു, 4% കുറച്ച് അക്രോസ് ദ ബോർഡ്. ഇതുകൊണ്ടെല്ലാം കുറച്ചൊരു പ്രൈസ് ഡിക്ലൈൻ വരുമ്പോൾ കൂടുതൽ കൺസംഷൻ വരുമെന്നുള്ള ഒരു ഫിലോസഫി ആയിരുന്നു. അത് പൂർണ്ണമായിട്ട് വിജയിച്ചു. പക്ഷേ അത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചില്ല എന്ന്. കാരണം അതിനായിട്ട് താങ്കൾ ഒരു വ്യക്തിയുടെ പേര് പറയുന്നുണ്ട്, ശ്രീ പ്രണബ് മുഖർജി, പിന്നീട് ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് വന്ന അദ്ദേഹം അതിന് തടയിട്ടു എന്നാണ്. അത് പലരും പറയുന്നുണ്ടെങ്കിലും താങ്കളുടെ പുസ്തകത്തിൽ അത് വരുമ്പോൾ അത് കൂടുതൽ അതോറിറ്റേറ്റീവായിട്ട് തോന്നിയത് കാരണം അതിനെക്കുറിച്ചൊന്ന് പറയാം. അതിനെപ്പറ്റി ഞാൻ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തടയിട്ടതല്ല, അദ്ദേഹം അതേ റൂട്ടിൽ പോയി എന്ന് പറഞ്ഞ സ്റ്റിമുലസ് പാക്കേജസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്കേ പാടുള്ളൂ, അത് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യണം. അതിന് അദ്ദേഹം ചെയ്തത് കൂടുതൽ ഒരു 2-3 സ്റ്റിമുലസ് പാക്കേജസ് കൂട്ടി, അത് ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇൻഫ്ലേഷൻ വന്നു. അപ്പോൾ ഒരു 5-6 കൊല്ലം നമുക്ക്
ഒരുപാട് ഇൻസ്റ്റെബിലിറ്റി വന്നു. ആ കാലഘട്ടത്തിൽ പ്രണബ് മുഖർജിയുടെ ഒരു വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു ആ വോഡാഫോൺ കമ്പനിയുടെ മേൽ റിട്രോസ്പെക്റ്റീവായിട്ട് ടാക്സ് ചുമത്തുക എന്നുള്ളത്. അതിനെപ്പറ്റി താങ്കളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ഒന്ന് വിശദീകരിക്കാം അവിടെ. അത് യൂസി നമ്മൾ ഒരു പ്രത്യേക ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ കമേഴ്ഷ്യൽ സെക്ടറിൽ, ഈ ഇക്കണോമിക് സെക്ടറിൽ ഒരു ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതം ത്രൂ ഫൈനാൻസ് ആക്ട് കൊണ്ടുവന്നാൽ ഒന്നും നമുക്ക് ഒന്ന് പാർലമെൻറ്റിനും കൂടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ആ ക്രൈസിസ് ഫേസ് ചെയ്യുന്ന ഇൻഡസ്ട്രി എങ്ങനെയായിരിക്കും? ഇത് മാത്രമല്ല, ഇതിനു മുമ്പേ നമ്മൾ ITC ഇതേമാതിരി ഒരു കേസ് ഉണ്ടായിരുന്നു. 800 കോടി നമ്മൾ പെട്ടെന്നൊരു ഡിമാൻഡ് വെച്ചു. പിന്നെ അത് ചിദംബരം എന്നെ വിളിച്ച് പറഞ്ഞു, യു സിറ്റ് ആൻഡ് റിസോൾവ് വിത്ത് ദം. എന്നിട്ട് ഞാൻ അവരെ വിളിച്ചു. എന്നിട്ട് നമ്മൾ ഒരു ഒത്തുതീർപ്പ് മാതിരിയാക്കി. പിന്നെ പ്രൊവിഷനും മാറ്റി കംപ്ലീറ്റ് ആയിട്ട്. ഞാനിത് ചോദിക്കാൻ കാരണം പ്രണബ് മുഖർജി എന്ന ആ ഒരു വ്യക്തിയെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് കേപ്പബിൾ ആൻഡ് മച്യൂർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ വളരെ വളരെ അപൂർവമായിട്ട് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള റെഫറൻസ് കാണാറുള്ളൂ. അത് ഇത്ര അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിൽ അത് കണ്ടതുകൊണ്ടാണ് എനിക്കതൊരു താല്പര്യം വന്ന് ഞാനിത് ചോദിച്ചത്. അത് നിങ്ങൾ പറയുന്നത് ശരിയാണ്. പ്രണബ് മുഖർജി വളരെ ഒരു ഇഫക്റ്റീവ് മിനിസ്റ്ററായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പ്സ് ഓഫ് മിനിസ്റ്റേഴ്സ് ഓരോ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ എടുക്കുന്നത് മിക്കവാറും പ്രണബ് മുഖർജി ആയിരുന്നു ചെയർമാൻ. ഒരു സമയം 22ഓളം ഹി വാസ് എ ചെയർമാൻ. സോ ഹി ഡിഡ് വെരി വെൽ. ഞാൻ പറഞ്ഞ ഇക്കോണമിയുടെ കാര്യത്തിൽ ചിലപ്പോൾ പോളിറ്റിക്സും ഇക്കണോമിക്സും കൂടി വേറെ വേറെ തട്ടുകളിലായിരിക്കും. താങ്കൾ ഇക്കണോമിക് മിനിസ്ട്രീസ് ആണ് കൂടുതൽ ഹാൻഡിൽ ചെയ്തത്, പ്രത്യേകിച്ച് 90കളുടെ ശേഷമുള്ള ആ ലിബറലൈസേഷൻ പീരീഡ്. പ്രണബ് മുഖർജി അതിന് മുമ്പുള്ള ഒരു തലമുറയുടെ ഇക്കണോമിക് തിങ്കിങ്ങോട് കൂടി വന്ന് എന്താണ് അവിടെ റിമെയിൻ ചെയ്തു പോയ ആളായിട്ട് തോന്നിയിട്ടുണ്ടോ? പഴയ തലമുറ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം ജനറലി അദ്ദേഹം ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യനാണ്. കാര്യം ചേഞ്ച് ചെയ്തു, സ്ഥിതി ചേഞ്ച് ചെയ്തു, എൻവയറൺമെൻറ്റ് മാറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് അംഗീകരിക്കും, അതേ റൂട്ടിൽ പോയിക്കോളും. അതിന് പ്രശ്നമില്ല, അത് എനിക്ക് തോന്നിയിട്ടില്ല. താങ്കൾ വടംവലി നടത്തിയിട്ടുള്ള ഒരു ടൈറ്റൻ എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ബിസിനസ് രംഗത്ത് അംബാനി, അതേക്കുറിച്ച് അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. താങ്കളുടെ പുസ്തകത്തിലാണ് ഞാനത് ആദ്യമായിട്ട് വായിക്കുന്നത് പോലും. അതേക്കുറിച്ച് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഞാൻ ക്യാബിനറ്റ് സെക്രട്ടറി ആയ സമയത്ത് തന്നെയായിരുന്നു, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബിക്കമിങ് ക്യാബിനറ്റ് സെക്രട്ടറി, ഈ രണ്ട് ജ്യേഷ്ഠാനുജന്മാർ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും കൂടിയിട്ട് ഒരു വലിയ യുദ്ധം ഉണ്ടായിരുന്നു. അതിൽ ഒരു കാര്യം നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൈസിങ് ആയിരുന്നു. നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൈസിങ് ഇത് മുകേഷ് അംബാനി ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ട് $4.20 വേണമെന്ന് പറഞ്ഞു. ഒരു MMBTU എന്നാണ് യൂണിറ്റ്, ആ യൂണിറ്റിന്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങേര് തന്നെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു വിത്ത് അനിൽ അംബാനി, $2.34 ഞാൻ കൊടുക്കാമെന്ന്, അയാൾ കൊടുക്കാമെന്ന്. അതിൻ്റെ കൂടെ തന്നെ ONGCയുടെ ഒരു ടെൻഡറിൽ ഇയാൾ ഇതേ $2.34. അപ്പോൾ എനിക്ക് വലിയ വില $4.20 അത് കൂടുതൽ ആണെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് മറ്റുള്ളവർക്ക് 2.34 കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇതിന് ഗവൺമെൻറ് നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി, സിമെൻറ്റ് എല്ലാത്തിനും വില കൂടും, നമുക്ക് ഏറ്റവും പിടിച്ചു നിർത്തണം. അപ്പോൾ അത് ഞാൻ എൻ്റെ റിപ്പോർട്ടിൽ അങ്ങനെ കൊടുത്തത്. അന്ന് ഇതൊന്ന് പ്രൈസ് റീഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ അത് സ്വീകാര്യമായില്ല. ഒരു കമ്മിറ്റി ഓഫ് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാക്കി. പിന്നെ അത് രംഗരാജൻ എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റേഴ്സ് ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ
ചീഫിൻ്റെ അടുത്ത് കൊടുത്തു നോക്കാൻ. അപ്പോൾ അവരെല്ലാവരും കൂടി $4.20 തീരുമാനിച്ചു. $4 പിന്നെ ഈ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് കുറച്ചു. അങ്ങനെ അതുകൊണ്ട് ഞാൻ തോറ്റു. പക്ഷേ അതൊരു എനിക്ക് തോന്നിയതാണ് അങ്ങനെ. എനിക്ക് പുസ്തകത്തിൽ വളരെ ഇഷ്ടപ്പെട്ട ഒന്നും അതാണ്. സാധാരണഗതിയിൽ എല്ലാവരും പുസ്തകം എഴുതുമ്പം തൻ്റെ വിജയങ്ങളെപ്പറ്റിയും നേട്ടങ്ങളെപ്പറ്റിയും മാത്രമേ എഴുതാറുള്ളൂ. അല്ലെങ്കിൽ തോൽവി ഉണ്ടായെങ്കിൽ എന്താണ്, ആ മുറിവേറ്റത്, ആ മുറിവ് ഇതിനെക്കുറിച്ച് എന്താണ് രോദനം നടത്തുകയാണ്. പക്ഷേ താങ്കളതല്ല, വളരെ ഡിഗ്നിഫൈഡായിട്ട് ഇതിൽ ഞാൻ തോറ്റു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററായിട്ട് തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ ഇക്കണോമിക് ഇത് തന്നെ തുടരുമ്പോൾ താങ്കളുടെ കാലത്തായിരുന്നു ഗാട്ട്, ട്രിംസ് ഇന്നത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്ത വളരെയധികം നെഗോഷിയേഷൻസിൽ ഇന്ത്യ പങ്കെടുത്തുകൊണ്ടിരുന്നു. അതിൽ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ ഹെഫ്റ്റ് ഇല്ലായിരുന്നു. അതായത് വേൾഡ് കമ്മ്യൂണിറ്റിയിൽ അത് സാമ്പത്തികമായിട്ട് നമ്മൾ വളരെ 90s എന്ന് പറയുന്ന ക്രൈസിസിൻ്റെ പീരീഡായിരുന്നു. എന്നിട്ടും അതെങ്ങനെ സാധിച്ചു? ആൻഡ് യു വെർ ലീഡിങ് മെനി ഓഫ് ദ ഡെലിഗേഷൻസ് അറ്റ് ദാറ്റ് ടൈം. ഹൗ കുഡ് വി മാനേജ് ഇറ്റ്? അത് ആക്ച്വലി ഞാൻ ആദ്യം അംബാസഡറായിട്ട് ജനീവയിലേക്ക് പോയപ്പോൾ ഇന്ത്യ വാസ് എ ബാഡ് നെയിം. ഇന്ത്യ വാസ് ബീങ് ട്രീറ്റഡ് ലൈക്ക് എ പരിയ എന്ന് എൻ്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞു. അപ്പോൾ കുറച്ച് എനിക്ക് വർക്ക് ചെയ്യേണ്ടി വന്നു. ഞാനൊരു 40 അംബാസഡർമാരെ അവരുടെ ഓഫീസിൽ പോയി കണ്ടു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നെയിം ബേസിസിലായി. പിന്നെ അങ്ങനെ ഒരു പുതിയ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് എനിക്ക് ബിൽഡ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ കൂടെ ചില ഇഷ്യൂസിൽ വേറെ പലരും ഒരേ ചിന്താഗതി ഉണ്ടായിരുന്നു. അവരെ ഒന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അവരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നമുക്ക് ശക്തി കൂടുമെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിരുന്നു. വേറൊരു ഫാക്ടർ എനിക്ക് സൗകര്യമായത് ചൈന അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയ സമയത്ത് തന്നെ ഫസ്റ്റ് ടൈം ചൈന കേം ഇൻ ടു, ആൻഡ് ചൈനയ്ക്ക് ഫുള്ളായിട്ട് ദേ ജസ്റ്റ് വാണ്ടഡ് ടു ഫോളോ ഇന്ത്യ. ബിക്കോസ് നമ്മുടെയും അവരുടെയും ക്രൈസിസ് ഇന്നത്തെ ജനറേഷൻ അറിയാത്ത ഒരു കാര്യമാണ്. അതെ. വി വർ വെരി ഗുഡ് ഫ്രണ്ട്സ്. ഞങ്ങളുടെ എല്ലാ ഇഷ്യൂസിലും വി വർ ഏബിൾ ടു ഗോ ഫോർവേഡ്. അപ്പോൾ ഒരു വളരെ ശക്തമായിട്ട് ഞങ്ങളുടെ അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിൽ US-ഉം EU-യും കൂടിയിട്ട് ഒരു പ്രശ്നമുണ്ടാക്കിയതുകൊണ്ട് അവർക്ക് തമ്മിൽ ഒരു അഗ്രിമെൻറ്റ് മാതിരി, സോ ദാറ്റ് ബാക്കി എല്ലാവരും പുറത്ത് നിർത്തിയിട്ട് അവരുടെ ഇഷ്യൂസ് എല്ലാം ചർച്ച ചെയ്യുക, അവരുടെ ഒരു ക്ലബ്ബ് മാതിരി ഉണ്ടാക്കാൻ നോക്കി. ഞാനവിടെ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞു ദിസ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ ടു ഇന്ത്യ. അപ്പോൾ അത് ഇറ്റ് വാസ് റിപ്പോർട്ടഡ് ഇൻ ഓൾ ദ ന്യൂസ് പേപ്പേഴ്സ്. ഇന്ത്യ സേസ് നോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ ഞാനും ബ്രസീൽ അംബാസിഡർ ഞങ്ങളിരുന്ന് വേറൊരു ഓൾട്ടർനേറ്റീവ് ഒരു ഇതുണ്ടാക്കി, ഒരു അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് ആ അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ നേരെ ഞാൻ ചൈനീസ് അംബാസിഡറുടെ ഓഫീസിൽ പോയി പറഞ്ഞു, ഇയാളും വരുന്നുണ്ട്, ബ്രസീലിയൻ അംബാസിഡറും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചൈനീസ് അംബാസിഡർ ഇമ്മീഡിയറ്റ്ലി അത് ആക്സെപ്റ്റ് ചെയ്തു. അത് എനിക്കൊരു അത്ഭുതമായിരുന്നു. ബിക്കോസ് നോർമലി ചൈന ക്യാപിറ്റൽ പറയാതെ അവർ എഗ്രി ചെയ്യില്ല. പക്ഷേ ഹി ആക്സെപ്റ്റഡ്. അപ്പോൾ അതിൻ്റെ തിങ്കിങ് ഉണ്ട്. പിന്നെ കഴിയാറായോ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ കൂടെ ബ്രസീൽ പോയിട്ട് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനെ ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഈജിപ്റ്റ്, സൗത്ത് ആഫ്രിക്ക, തായ്ലാൻഡ് അംബാസിഡേഴ്സിനെ വിളിച്ചു. അവരെല്ലാവരും ക്യാപിറ്റൽസിലായിരുന്നു. ഒരു സാങ്ഷൻ കിട്ടി. അപ്പോൾ ഒരു വളരെ സ്ട്രോങ് ഗ്രൂപ്പായിട്ട് മാറി. സോ അതിൻ്റെ കൂടെ തന്നെ ചൈന വേറെ ചില ഇഷ്യൂസ്, കോമ്പറ്റീഷൻ, ഈ ട്രേഡ് പോളിസി, അതിന് വി വർ ഏബിൾ ടു ഗെറ്റ് ദി ആഫ്രിക്കൻസ്
എൻറ്റയർ ആഫ്രിക്കൻ ബ്ലോക്ക്. ആ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് വളരെ അഡപ്റ്റ് കുറേ നെഗോഷിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് താങ്കളായിരുന്നു, മറ്റൊന്ന് അരുന്ധതി ഘോഷ്, മറ്റേ CTBT ചർച്ചകളിലൊക്കെ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ നോക്കുക, കോalition ഗവൺമെൻറ്റുകളാണ് നടന്നുകൊണ്ടിരുന്നത്, എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ. എന്നിട്ട് ഇതൊക്കെ എങ്ങനെ സാധിച്ചു? അത് സ്റ്റീൽ ഫ്രെയിമിൻ്റെ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണോ? നമ്മുടെ ആ സ്റ്റീൽ ഫ്രെയിമാണോ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്? നിങ്ങളൊക്കെ അതിൻ്റെ പ്രോഡക്റ്റുകളാണ്, അതുകൊണ്ടാണ്. അല്ല, ഞാൻ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വാജ്പേയിയുടെ ടൈമിൽ അതിലായിരുന്നു ഇതൊക്കെ നടന്നത്. ഐ തിങ്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ഉണ്ടായിരുന്നു, സപ്പോർട്ട് ഉണ്ടായിരുന്നു. എൻ്റെ മിനിസ്റ്റേഴ്സ് മൊറസോളി മാരൻ, അരുൺ ഷൗരി, അരുൺ ജെയ്റ്റ്ലി എല്ലാവരും പൂർണ്ണമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. സോ അതുകൊണ്ട് പലതും നമുക്ക് കൺസീവ് ചെയ്യാനും പറ്റും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ എനിക്ക് മൈ ഫീലിംഗ് ഈസ്, നമ്മളൊരു വലിയ രാജ്യമാണ്, പല വ്യൂസും പല ഐഡിയാസും ഉണ്ടാവും. ഈ സെൻട്രലൈസേഷൻ ഇസ് റോങ് എന്ന് ഫണ്ടമെൻ്റലായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ എഴുതിയിട്ടുണ്ട്, ഇതിനെ പറ്റിയിട്ട് ഒരുപാട് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ വീക്കിലും എഴുതിയിട്ടുണ്ട്. അതെ. അപ്പോൾ അത് നമുക്ക് ആ ഇതില്ലാതെ, ഇഫ് യു ആർ ഓപ്പൺ ടു ഐഡിയാസ് ആൻഡ് യു ആർ ഓപ്പൺ ടു തിങ്കിങ്, നമ്മുടെ സ്റ്റേറ്റിനും നമ്മുടെ കൺട്രിക്കും നല്ലതാണ്. താങ്കൾ വളരെയധികം പ്രധാനമന്ത്രിമാരുടെ കൂടെ ഉയർന്ന തലത്തിൽ സെക്രട്ടറി ആൻഡ് ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് നരസിംഹറാവു തൊട്ട് എണ്ണിക്കഴിഞ്ഞാൽ നരസിംഹറാവു, ദേവഗൗഡ, IK ഗുജറാൾ, പിന്നീട് വാജ്പേയി, മൻമോഹൻ സിംഗ്, അത്രമാത്രം 5 പ്രധാനമന്ത്രിമാരുടെ കൂടെ ഉയർന്ന തലങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു. ഇവരെ ഒന്ന് റേറ്റ് ചെയ്യാൻ സാധിക്കുമോ? മടിയുണ്ടോ അതിന്? ഇല്ല, റേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഐ ടോൾഡ് യു, ഞാൻ എൻ്റെ ബുക്കിൽ ഫ്രാങ്കായിട്ട് എഴുതിയിട്ടുണ്ട്, എൻ്റെ ബെസ്റ്റ് ടൈം വാസ് വിത്ത് വാജ്പേയി. ഓക്കെ. പിന്നെ ഐ ഹാഡ് എ വെരി ഗുഡ് ടൈം വിത്ത് മൻമോഹൻ സിംഗ്, ബിക്കോസ് മൻമോഹൻ സിംഗിൻ്റെയും വലിയ കാര്യം, ക്യാബിനറ്റ് സെക്രട്ടറി ഇഫക്റ്റീവ് ആവണമെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ അൺസ്റ്റിൻറ്റഡ് സപ്പോർട്ട് വേണം. That he gave me. He had a lot of trust in me. So, മൻമോഹൻ സിംഗ്. പിന്നെ ദേവഗൗഡ ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? വേറെ ചോദിക്കുന്നുണ്ട്, അതൊരു ലാസ്റ്റ് ചോദ്യമാണ്. എന്നാൽ ശരി, ഞാൻ അതിപ്പോൾ പറയുന്നില്ല, അതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ IK ഗുജറാലായിട്ട് എനിക്ക് കണക്ഷനൊന്നുമില്ല, ബിക്കോസ് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. സോ ഇത് ഇവരൊക്കെയാണ്. അപ്പോൾ ഇത്രയും പ്രധാനമന്ത്രിമാരെ പറ്റി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവരുടെയൊക്കെ പ്രവർത്തന രീതികളും ഒക്കെ അത് താങ്കൾ വിശദീകരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില റെഫറൻസ് ഉണ്ട്. അന്നത്തെ ലിബറൽ അറ്റ്മോസ്ഫിയർ, ദ വാല്യൂസ് ഓഫ് കൺസൾട്ടേഷൻ, ഡെമോക്രസി, ലിബറൽ, അത് വായിക്കുന്നതിൽ നിന്നറിയാം അങ്ങയുടെ പൊളിറ്റിക്കൽ തിങ്കിങ് എങ്ങനെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അതൊക്കെ ഒപ്റ്റെയിൻ നമുക്ക് ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇന്നത്തെ അതിനെക്കുറിച്ച് താങ്കൾ നേരിട്ട് പറയാതെ തന്നെ വേണ്ടതിലധികം പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ. പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട്, ഞാൻ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. എനിക്ക് എൻ്റെ വിശ്വാസം, നമ്മളൊരു വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്, പല ലാംഗ്വേജസ്, പല സ്റ്റേറ്റ്സും ഉണ്ട്, പല റിലിജിയൻസ്, പല കാസ്റ്റ്സ്. നമുക്ക് ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് നല്ലതല്ല. ബിക്കോസ് സെൻട്രലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മോഡൽ മാത്രം എല്ലാ കൺട്രിക്കും അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. അതുകൊണ്ട് ഐ ആം ഫുള്ളി ഇൻ ഫേവർ ഓഫ് മോർ ഫെഡറലിസം മാത്രമല്ല, ഈവൻ പഞ്ചായത്തി രാജ് ആ ലെവൽ വരെ പോകണം. പക്ഷേ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ദാറ്റ് നമ്മൾ ഇപ്പം കുറച്ച് കുറവാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏതാണ്ട് കുറേ ഭേദമായിട്ടുണ്ട്. അതിന് മുമ്പേ ഒരുപാട് ദർ വാസ് എ ടെൻഡൻസി ടുവേർഡ്സ് അതോറിറ്റേറിയനിസം, സെൻട്രൽ അതോറിറ്റേറിയനിസം. അത് പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ഏരിയയിൽ 15th ഫൈനാൻസ് കമ്മീഷൻ 41% സ്റ്റേറ്റ്സിന് കൊടുത്തു. ആക്ച്വലി സ്റ്റേറ്റ്സിന് കിട്ടിയിട്ടുള്ളത് 33-34% ഉള്ളൂ. അതേമാതിരി ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ചില സ്റ്റേറ്റ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ കേരളത്തിലോ വേറെ മറ്റുള്ള സ്റ്റേറ്റ്സിലോ ആവശ്യമുണ്ടാവില്ല. സോ അങ്ങനെ ഫണ്ടമെൻ്റലി നമുക്ക് സ്റ്റേറ്റിന് പ്രോഗ്രസ് ചെയ്യാൻ ഉള്ള ഫണ്ട്സ് കൊടുക്കണം. ഈ 41% എന്ന് പറഞ്ഞാൽ 41% കൊടുക്കണം.
അതിന് സെസ്സസ് സർചാർജ് വെച്ചിട്ട് അത് കൊടുക്കാതിരിക്കാൻ പാടില്ല. സോ ഇതാണ് എൻ്റെ ഈ പുസ്തകത്തിൽ വളരെയധികം രഹസ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവരും ഇത് പുസ്തകം വാങ്ങി വായിക്കണമെന്നുള്ളതാണ് എൻ്റെയും താല്പര്യം, അദ്ദേഹത്തിൻ്റെയും താല്പര്യം, പ്രസാധകരുടെയും താല്പര്യം. പക്ഷേ ഒരു രഹസ്യം ഞാനിവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, അങ്ങേക്ക് വിഷമമില്ലെങ്കിൽ. ദേവഗൗഡയെക്കുറിച്ചാണത്. അപ്പോൾ ഞാനൊക്കെ അവിടെ അന്ന് റിപ്പോർട്ടിംഗ് ആയിട്ട് ആക്റ്റീവായിരുന്ന കാലമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കാണുമ്പോൾ ദേവഗൗഡ ഏത് മീറ്റിങ്ങിൽ വന്നാലും ഉറങ്ങുന്നത് കാണാമായിരുന്നു. അത് കൂർക്കമ്മലി അധികം കേട്ടിട്ടില്ല, പക്ഷെ ഉറങ്ങുന്നത് കാണാം. അപ്പം ഞങ്ങളുടെയൊക്കെ ധാരണ അദ്ദേഹത്തിന് ഒന്നിലും താല്പര്യമില്ല, ഇതൊക്കെ സെക്രട്ടറിമാരെ കൊണ്ട് ചെയ്യിക്കുക, കേൾക്കുക, പറയുന്നിടത്ത് ഒപ്പിടുക, പോകുക, അടുത്ത പരിപാടിക്ക് പോവുക, ഇതായിരുന്നു. പക്ഷേ അങ്ങ് ഒരു കാര്യം അത് ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ രഹസ്യം കൂടെ ഒന്ന് പറയാം. ഞാൻ പറയാം. ഞങ്ങളുടെ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ കോൺഫറൻസ്, ഞാനന്ന് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു കോമേഴ്സ് മിനിസ്ട്രിയിൽ. അത് നടക്കുമ്പോൾ ചില പാരഗ്രാഫ്സ് ഇവിടെ വലിയൊരു അപ്രോർ ഉണ്ടാക്കി. പാർലമെൻറ്റ് അഡ്ജേൺമെൻറ്റ് തന്നെ വന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് അവിടെ ദേവഗൗഡ വിളിച്ചു മനസ്സിലാക്കാൻ എന്താണെന്ന്. ഞാനും ഞങ്ങളുടെ സെക്രട്ടറി അന്ന് തേജേന്ദർ ഖന്ന, പിന്നെ ലഫ്റ്റനൻറ്റ് ഗവർണറായി ഡൽഹിയുടെ, ഞങ്ങൾ അവിടെ പോയി. തേജേന്ദർ ഖന്ന നല്ലപോലെ സംസാരിക്കും. അപ്പോൾ അങ്ങനെ തുടങ്ങി. അപ്പോൾ ദേവഗൗഡ കണ്ണടച്ചു. അപ്പോൾ 3/4 മണിക്കൂറോളം ഇദ്ദേഹം പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെറുതായിട്ട് കണ്ണൊന്ന് തുറന്നു. എന്നിട്ട് ദ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഹി ആസ്ക്ഡ്, എവ്രി വേർഡ് ഹി ഹാസ് ലിസൺഡ്. ആൻഡ് അത് വളരെ ഐ വാസ് കംപ്ലീറ്റ്ലി ഷേക്കൻ. ഞാൻ വിചാരിച്ചു ഉറങ്ങിപ്പോയതാണെന്ന്. പക്ഷേ അല്ല, ഹീ ഹാഡ് ഗോൺ ത്രൂ ഇറ്റ്. അതെല്ലാം കഴിഞ്ഞ് പറഞ്ഞു, ദാറ്റ് ഷോസ് മൈ ഡെലിഗേഷൻ ഹാസ് ഡൺ വെൽ. കോംപ്ലിമെൻറ്റ് ടു ഓൾ ഓഫ് അസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തു പോയപ്പോൾ, ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു, ഹീ സീംസ് ടു ബി വെരി അലേർട്ട്. അപ്പോൾ സെക്രട്ടറി എന്നോട് തിരിച്ചു പറഞ്ഞു, he has a native intelligence which can never be underestimated. മണ്ണിൻ്റെ മക എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട്. ഏതായാലും ഇതോടുകൂടി നമുക്ക് സമയം അതിക്രമിച്ചു. നമുക്ക് ഇതിവിടെ വെച്ച് ചർച്ച അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഏതായാലും ദേവഗൗഡയെ പോലെ പോലും ആരും ഇവിടെ ഈ സദസ്സിൽ ഉറങ്ങിയില്ല എന്നുള്ളതാണ് ഈ ഒരു നമ്മുടെ സെഷൻ്റെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ വന്ന് ഈ കഥകളൊക്കെ പങ്കുവെച്ചതിന് വളരെയധികം നന്ദി. ഇനി ഈ പുസ്തകം എല്ലാവരും വായിക്കണം. ഇതിൽ വളരെയധികം ഇതുമാതിരിയുള്ള രഹസ്യങ്ങൾ പലതുമുണ്ട്. ഒരെണ്ണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഫാലി മേജർ എയർഫോഴ്സ് 2611 കഴിഞ്ഞിട്ട് ലോഞ്ച് ചെയ്യാനുള്ള ഡിസിഷൻ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഞാനൊരു സെക്യൂരിറ്റി കാര്യങ്ങൾ മാത്രം കൂടുതൽ താല്പര്യം എടുത്തുകൊണ്ടിരുന്ന, അത് കാരണം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിൽ അധികമുണ്ട്. വളരെ സന്തോഷം താങ്കളുമായിട്ട് ഇങ്ങനെയൊരു സംവാദത്തിൽ അവസരം ലഭിച്ചതിന്. താങ്ക് യു.